വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് ആവശ്യപ്പെട്ട് ബക്കാഡി ഇന്ത്യ നൽകിയ കത്തിൽ ശരവേഗത്തിൽ തീരുമാനമെടുത്തത് എന്തിന്? ലയണൽ മെസ്സി ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ച പോലെ വൈഭവ് സൂര്യവംശി 11 പന്തിൽ അർദ്ധ സെഞ്ചുറി തികച്ച പോലെ വെറും 2 മണിക്കൂർ 50 മിനിറ്റിലാണ് 7 ഉദ്യോഗസ്ഥരെ മറികടന്ന് ബക്കാഡി ഫയൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയത്. അഴിമതിയാണ്, പിൻവാതിൽ ഇടപാടാണെന്ന് കോൺഗ്രസുകാർ തന്നെ പറയുന്നു. സമൂഹത്തിൽ ഉയർന്നു വന്നിട്ടുള്ള സംശയങ്ങളും ആശങ്കകളും ഒക്കെ അതേപടി നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഒരു മാസത്തിനകം അഴിമതി തിരിച്ചു വന്നിരിക്കുന്നു. പൊളിറ്റിക്കൽ കറപ്ഷൻ കേരളത്തിൽ നടമാടുന്നു. ഇരുണ്ട കാലത്തെ പറ്റിയുള്ള ഓർമ്മപ്പെടുത്തലുകൾ യാഥാർത്ഥ്യമായിരിക്കുന്നു. ഉസൈൻ ബോൾട്ടിനേക്കാൾ വേഗത്തിലാണ് വി ഡി സതീശന്റെ ഫയൽ നീക്കം. മെയ് മാസം 21-ന് 7 ഉദ്യോഗസ്ഥരെ മറികടന്നുകൊണ്ട് 2 മണിക്കൂർ 57 മിനിറ്റ് മാത്രം എടുത്തുകൊണ്ട് ഫയൽ മുഖ്യമന്ത്രിയുടെ അടുത്തെത്തുന്നു. നോക്കൂ, ഹേഡിലുകൾ ചാടിക്കടക്കുന്നത് പോലെയാണ് ഓരോ വകുപ്പുകളും കടന്ന് ഫയൽ നീങ്ങുന്നത്. 3:59-ന് ഫയൽ നീക്കം ആരംഭിക്കുന്നു. ഡെപ്യൂട്ടി സെക്രട്ടറി ജോയിന്റ് സെക്രട്ടറിക്ക് കൊടുക്കുന്നു. അതിവേഗത്തിൽ ജോയിന്റ് സെക്രട്ടറി അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് കൊടുക്കുന്നു. വളരെ പെട്ടെന്ന് അഡീഷണൽ ചീഫ് സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്നു. വൈകുന്നേരം 6:33 ആവുമ്പോൾ ഫയൽ മുഖ്യമന്ത്രിയുടെ കയ്യിലെത്തുന്നു. ഇടതുമുന്നണിയുടെ കാലത്ത് 3.5 കൊല്ലം അനങ്ങാതിരുന്ന ഫയലാണിത്. 3.5 കൊല്ലം അനങ്ങാതിരുന്ന ഫയല് 2 മണിക്കൂർ 57 മിനിറ്റ് എടുത്ത് സത്യപ്രതിജ്ഞ ചെയ്തതിന്റെ 3-ാം ദിവസം 7 ഉദ്യോഗസ്ഥരെ ചാടിക്കടന്ന് മുഖ്യമന്ത്രിയുടെ അടുത്തെത്തി. LDF ഭരണത്തിൽ 3 വർഷവും 5 മാസവും അനങ്ങാതിരുന്ന ഫയൽ ശ്രീ വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. അതാണ് ചോദ്യം 1. മുഖ്യമന്ത്രിയുടെ ആവശ്യപ്രകാരമല്ലാതെ, പ്രത്യേക ഉദ്ദേശമില്ലാതെ ഫയൽ ഇങ്ങനെ ഒറ്റച്ചാട്ടം ചാടുമോ? വളരെ വ്യക്തല്ലേ, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ആവശ്യപ്പെട്ടിട്ടാണ് ഈ ഫയൽ നീക്കം നടന്നത്. 2 മണിക്കൂർ 57 മിനിറ്റ് കൊണ്ട് ചാടിയെത്തിയ ഫയൽ ബജറ്റ് അവതരിപ്പിക്കുന്ന ദിവസം വരെ, അതായത് 24 ദിവസം മുഖ്യമന്ത്രിയുടെ പക്കലുണ്ട്. എന്തുകൊണ്ട് മന്ത്രിയോട്, പാർട്ടിയോട്, മുന്നണിയോട് ഇക്കാര്യം ചർച്ച ചെയ്തില്ല? ബജറ്റ് വരുന്നതിന്റെ തലേ ദിവസം അർദ്ധരാത്രിയല്ലേ പ്രസിലേക്ക് വിടുക എന്നൊക്കെ തട്ടി വിടുകയാണ് അദ്ദേഹം. അപ്പോൾ വിഴുങ്ങേണ്ടത് ഒറ്റയ്ക്കാണ്. വി ഡി സതീശനെ സംരക്ഷിക്കാൻ മലയാള മനോരമ ഇറങ്ങിയിട്ടുണ്ട്. 2021 മുതൽ MV ഗോവിന്ദ മാസ്റ്ററും MB രാജേഷും നടത്തിയ ഫയൽ നീക്കങ്ങൾ കാണിച്ചാണ് മലയാള മനോരമയുടെ മിന്നൽ നീക്കം. എന്നാൽ വീര്യം കുറഞ്ഞ മദ്യം എന്താണ് എന്ന നിർവചനത്തിന് വേണ്ടിയാണ്. നികുതി ഘടനയിൽ മാറ്റം വരുത്താനുള്ള നീക്കമല്ല. അങ്ങനെ ഒരു ഫയൽ നീക്കം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ഫയലിന്റെ തെളിവ് കാണിക്കാമോ എന്നാണ് മറുചോദ്യം. നിർവചനം വേണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നികുതി കുറക്കുന്ന നിലപാടിലേക്ക് പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബന്ധം സ്ഥാപിക്കാനാവുക? വി ഡി സതീശൻ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഖജനാവിന് കിട്ടിക്കൊണ്ടിരുന്ന 600 കോടി രൂപയാണ്. പ്രകടന പത്രികയിൽ ഇല്ലാത്ത കാര്യമാണിതെന്ന് VM സുധീരൻ പറയുന്നു. പ്രകടന പത്രികയിൽ ഉള്ള കാര്യങ്ങൾ നടപ്പാക്കുന്നുമില്ല. അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി പ്രതിപക്ഷ നേതാവ് നടത്തിയ പ്രസംഗം സഭാരേഖകളിൽ നിന്ന് നീക്കി. അതുകൊണ്ട് ആരോപണങ്ങൾ ഒന്നും രേഖയിൽ കാണാൻ പാടില്ല. പ്രതിപക്ഷം നിയമസഭയുടെ നടുത്തളത്തിലിറങ്ങി. ആരും അറിയാതെ എടുത്ത തീരുമാനം പിടിക്കപ്പെട്ടിരിക്കുന്നു. വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ വിൽക്കണം എന്ന് UDF പോളിസി വന്നാൽ ഇതായിരിക്കും ടാക്സ്. എന്നാൽ ഫിനാൻസ് ബില്ലിൽ നികുതി നിർദ്ദേശം ഉണ്ടാകാൻ പാടില്ലെന്ന് VM സുധീരൻ. ഫിനാൻസ് ബില്ല് അവതരിപ്പിക്കുന്ന ഘട്ടത്തിൽ ഇത് ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് നീങ്ങുകയാണ് ഏറ്റവും ഉചിതം. പൊളിറ്റിക്കൽ കറപ്ഷൻ മണക്കാൻ കഴിയുന്ന നേതാവാണ് VM സുധീരൻ. പിണറായി കാലത്ത് ഒരു അഴിമതി ആരോപണം പോലും UDFന് നിയമസഭയിൽ ഉന്നയിക്കാൻ കഴിയാത്തതുപോലെ VM സുധീരനും സാധിച്ചില്ല. VM സുധീരൻ തിരിച്ചു വന്നിരിക്കുന്നു. 1-ാമത്തെ മാസത്തിൽ തന്നെ, UDFന്റെ ഹണിമൂൺ പീരീഡിൽ തന്നെ. പിൻവാതിൽ നടപടികളില്ലാതെ ഈ കാര്യങ്ങൾക്ക് മുന്നോട്ട് നീക്കേണ്ടിയിരുന്നു. 251% നികുതി ഉണ്ടായിരുന്നിടത്ത് 120% പുതുക്കി നിശ്ചയിച്ചതിലൂടെ ഖജനാവ് ചുരുങ്ങും. ചുരുങ്ങിയാലും നമ്മുടെ മുഖ്യമന്ത്രി ചില്ലറക്കാരനല്ലെന്ന് നമുക്ക് അഭിമാനിക്കാം. മംഗലാപുരത്തേക്ക് പ്രത്യേക വിമാനം പിടിച്ചു പോയപ്പോ ആ വിമാനക്കൂലി കൊടുക്കാനുള്ള സുഹൃത്തുക്കളുള്ള ആളാണ് വി ഡി സതീശൻ. മുഖ്യമന്ത്രി ആയതിനു ശേഷമല്ല, അതിനു മുമ്പ് തന്നെ.